പ്രിയമുള്ളവരെ, ഷവലിംഗ് കേവ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഒത്തിരിയേറെ ആളുകൾ അറിയുന്ന സൂപ്പർ അഷറഫ് ബാവയുടെ മനസ്സ് തുറക്കാണ് നമുക്ക് മുമ്പിൽ. ദൈവമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഷവലിംഗ് കേവിലൂടെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗങ്ങളായിട്ട് അതിൻ്റെ രണ്ടാം ഭാഗമാണ് പോയി കാണിക്കുന്നത്. ഒന്നാം ഭാഗം ഞാൻ ഇതിൻ്റെ മുമ്പായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശദമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ഒന്നാം ഭാഗം കാണാൻ വേണ്ടി മറന്നു പോകരുത്. എൻ്റെ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ അഷറഫ് ബാവയുടെ ഭാഗത്തു നിന്നുള്ള അദ്ദേഹം കടന്നു വന്ന വഴികളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എങ്ങനെയൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് കടന്നു വന്നത്. നമ്മുടെ രാജ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ജില്ലക്കൊക്കെ ഒത്തിരി ഫുട്ബോളർമാരെ സമ്മാനിച്ച കായിക പ്രേമികൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സൂപ്പർ അഷറഫ് ബാവ. ഫുട്ബോൾ എന്ന സ്വപ്നവും മനസ്സിൽ പേറി നടക്കുന്ന അദ്ദേഹത്തെ ഈ ഒരു മേഖലയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും സഹായം ചെയ്തുകൊണ്ട് കൂടെ നിന്നിരുന്ന ചാപ്പനങ്ങാടി അബൂബക്കർ ഗുരുക്കളും തൻ്റെ ശിഷ്യനായ സൂപ്പർ അഷറഫ് ബാവയും തമ്മിലുള്ള ഇന്റർവ്യൂ വീഡിയോയിലെ രണ്ടാം ഭാഗത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ജീവിതം മുഴുവൻ പൂള നട്ടുപിടിപ്പിക്കുകയും വലിയ മാർക്കറ്റ് പൂള കച്ചവടത്തിൽ നടത്തുകയും ആ കിട്ടിയ കാശ് കൊണ്ട് മുഴുവൻ പന്തുകളിക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന പൂള കാക്കാനൊക്കെ വരക്കാനുള്ള കാരണം അതൊക്കെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ വ്യക്തിത്വങ്ങളുടെ, അതായത് പന്തിനോട് ലയിച്ചു പോയ ആളുകളെ എൻ്റെ കഴിവിനനുസരിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് വരച്ചത്. സത്യത്തിൽ പൂളകാക്ക ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ടീമിന്റെ മുന്നിലാണ് നടക്കുക. മുന്നിൽ നടക്കുമ്പോൾ അയാള് പൂളക്കൊമ്പുകൾ കുലുക്കിയിട്ട് കുറെ ആളുകൾ അയാളൊപ്പം ഉണ്ടാവും. കുലുക്കി ഒരു ജാഥ വരുന്ന വാരി, പ്രകമ്പനം കൊള്ളിക്കുന്ന വാരിയാണ് ടീം തന്നെ എൻട്രി ചെയ്യുക. നിരവധി കളിക്കാർ, പേരും പ്രശസ്തിയുള്ള ഇന്ത്യക്ക് കളിച്ച പ്ലേയേഴ്സിനെ വരെ അദ്ദേഹം കളിപ്പിച്ചു. അങ്ങനെ കറക്റ്റ് പേരെന്താ? പൂളക്കാക്ക അബ്ദുറഹ്മാൻ. ഇല്ല, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ഫോട്ടോ കയ്യിലുണ്ട്. ഞാൻ വരച്ചതാണ് എന്റെ അടുത്തുള്ളത്. ഇനി എന്റെ ഫോണിലുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം വരച്ച ചിത്രം നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കണം. അത്രയേറെ ഫുട്ബോളിനെ സ്നേഹിച്ചിട്ട്. അതെ. അങ്ങനത്തെ അത് ഇന്ത്യ മാത്രം ഒരു സംഭവമല്ല. ഈ മലപ്പുറത്തുള്ള ചില ആളുകളുടെ ആ ഒരു വികാരം, തീഷ്ണത, അതാണ് ഞാൻ വരച്ചു വെച്ചത്. കാരണം അദ്ദേഹം ഒരു ഗ്രൗണ്ടിന്റെ പശ്ചാത്തലത്തിൽ പൂളക്കൊമ്പായിട്ട് നിൽക്കുന്നതും അദ്ദേഹത്തിന്റെ വലിയ ട്രൗസറും അതിന്റെ മേലോളം മുണ്ടും അദ്ദേഹത്തിന്റെ എപ്പോഴും അലക്ഷ്യമായൊരു തലയിൽ കെട്ട് അതും ഒക്കെ വളരെ മനോഹരമായിട്ട് എൻ്റെ ചിന്തയിൽ നിന്നും ഞാൻ എടുത്ത് വരച്ചാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ എൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ സംഭവങ്ങളിലൂടെയാണ്. ഞാൻ വെള്ളപ്പൊക്കത്തിന്റെ ചിത്രയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ഒരു ക്യാൻസറിനെ പോലെ തന്നെ മറ്റൊരു സംഭവമാണ് നമ്മളുടെ വെള്ളപ്പൊക്കം. നമ്മൾ വിചാരിക്കാത്ത ഡാമേജുകൾ നമുക്ക് വരുത്തി വെക്കും. വെള്ളം കയറുന്ന ഏരിയയാണ്. എൻ്റെ വീട്ടിനകത്ത് ഞാൻ കൈ പൊന്തിച്ചാൽ എത്താത്ത അത്ര നിലയിൽ വെള്ളം ആണ് വന്നത്. അത്രയും വെള്ളം കയറിയുണ്ട്. ഒരുപാട് രേഖകളും ചരിത്രപരമായ സംഭവങ്ങളും പേപ്പർ കട്ടിങ്ങുകളും ജേഴ്സികളും ട്രോഫികളും ഒക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് മറ്റൊരു സംഭവമാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെള്ളം ഒക്കെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അമിതമാകുമ്പോൾ നമുക്കത് പ്രഹരമായി മാറും. റാക്കുകളിൽ എടുത്തു വെച്ച റെക്കോർഡുകളൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ ആരോടോ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട്, ചരിത്രപരമായ ഒരു ഡെത്താണ് എനിക്ക് സംഭവിച്ചത്. അത് ചരിത്രപരമായ ഒരു ഡെത്ത് എന്ന് പറയുമ്പോൾ ചരിത്രങ്ങളുടെ ഒരു മരണം ആ വെള്ളപ്പൊക്കത്തോടുകൂടി സംഭവിച്ചു, നഷ്ടപ്പെട്ടു പോയി. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ വലിയ വെള്ളമൊന്നും ആയിട്ടില്ല, എന്നാലും എന്റെ വീട്ടിന്റെ ഉള്ളിൽ മുട്ടെനിക്ക് വെള്ളം ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തറവാടുണ്ടല്ലോ, തറവാട് അവിടെ നിന്നാണ് ജനനം. ആ തറവാട് വീട്ടിൽ ഓടിട്ട പഴയ മോഡൽ വീട്ടിൽ നിന്നാണ് ഞാൻ ജനിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരു കൂട്ടുകുടുംബം മാറി. അന്ന് ഒരു വീട് ഉണ്ടാവുള്ളൂ, എല്ലാവരും ഒരു വീട്ടില്. ഞങ്ങളുടെ ഉപ്പാന്റെ സിസ്റ്റർമാരും ഉപ്പിയും എല്ലാവരും ആപ്പിയും എല്ലാവരും ആ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. ആ വീട്ടില് തോണി, അതുപോലെ തന്നെ വെള്ളം വന്നാൽ പോകാനുള്ള സംവിധാനം, ബാക്കിലൂടെ ഉള്ള കോണികള്, വീട്ടില് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അപ്സ്റ്റെയറില് മാളിയമ്മിൽ ഉണ്ടാക്കിയിരുന്നു.
ഈ വെള്ളത്തിന്റെ പ്രശ്നം പേടിച്ചു. പ്രശ്നം കൊണ്ട് അന്ന് അതിന് സജ്ജരാണ്. ഇന്നത്തെ വീട് നിർമ്മാണമൊന്നും അതിന് സജ്ജീകരിക്കപ്പെട്ട രീതിയിലല്ല ആളുകൾ കയറ്റുന്നത്. പിതാവിന്റെ പേരെന്തായിരുന്നു? അബ്ദുൽ കരീം മാസ്റ്റർ. മാസ്റ്റർ ആയിരുന്നു. ഏത് സ്കൂളിലായിരുന്നു? അവിടെ തന്നെയാണ്. അത് പിന്നെ മലപ്പുറം മോഡൽ ഹൈസ്കൂൾ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഹെഡ് മാസ്റ്ററായിട്ട് മറ്റ് സ്കൂളുകൾക്ക് ഊരകം അതുപോലുള്ള സ്കൂളുകൾക്ക് മാറി. പിന്നെ സഹോദരന്മാര് പിന്നെ ഒരു ജ്യേഷ്ഠൻ ബാങ്ക് മാനേജറാണ്, റിട്ടയർഡായി. പിന്നെ ഉള്ള ഒരു പെങ്ങള് വലിയനും ഗൾഫില് പിന്നെ ദുബായിലായിരുന്നു. പിന്നെ അതിന്റെ താഴെ ഒരു പെങ്ങള് ഹൗസ് വൈഫായിട്ട് നാട്ടിലുണ്ട്. പിന്നെ എന്റെ ഏറ്റവും ചെറിയ അനുജൻ ഡോക്ടറാണ്. മൊത്തം എത്ര പേരാ? ഞങ്ങള് 5 പേര്. 3 ആൺകുട്ടികൾ, 2 പെൺകുട്ടികൾ. ഇവരൊക്കെ ഒട്ടുമുഖ ആളുകൾ ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാരും. ഒട്ടുമുഖല്ല, ഞാനൊഴിച്ച്. നമ്മൾ പിതാവ് അടക്കം ഒരു അധ്യാപകനാണ്. അങ്ങനെ അധ്യാപകനാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തില് ഇങ്ങനെ ഒരു ഫുട്ബോളിനെ പ്രണയിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ സാധിച്ചെന്നുണ്ട്? അല്ല, അത് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടുകാർക്ക് പഠിക്കാതെ കളിക്കാന്നുള്ള നടക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം തന്നെ അവരായിട്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് തെറ്റിപ്പോലും പിന്നെ അമ്മയ്ക്കാക്കി ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടല്ലൊക്കെ ഉണ്ടായിരുന്നു സംഭവങ്ങള്. എന്നിരുന്നാലും പിന്നെ ഞാന് തീരുമാനിച്ചൊരു വിഷയം എന്താന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായി. അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ചെയർമാനായി മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുണ്ടായിരുന്നു. അപ്പോ കളിക്കാതെ തെണ്ടി അടക്കുന്നവർക്കുള്ളൊരു പിന്നെ ഫണ്ട് അദ്ദേഹം കൊടുത്തിരുന്നു. അതായത് പാസ്സായിട്ടും പഠിക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഫണ്ട്. അതായത് പണിയില്ലാതെ ഇങ്ങനെ അലയിൽ നടക്കുമ്പോ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്ന അടിസ്ഥാനത്തിൽ അതിന് എത്ര കിട്ടിയിരുന്നത്? എത്ര എമൗണ്ട്? ഏത് അതിനായിട്ടുള്ള ഫണ്ട് എത്ര കിട്ടിയിരുന്നു? ഫണ്ട് അന്നത്തെ 30,000 എന്തോ ആണ് തോന്നുന്നുണ്ട്. മനസ്സിൽ നേരിയ ഓർമ്മ ഉള്ളത് ഫണ്ട് കിട്ടിയിട്ടാണ്. എന്റെ കൂട്ടത്തില് 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. കരീം നാണത്ത് എന്ന് പറയും, അസീസ് പിന്നെ പടിഞ്ഞാറ്റുമുറി എന്ന് പറയും, ഞാനും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് വെച്ചാൽ 3 ആളും ചിത്രം വരക്കാരാണ്. 3 ആളും പത്മനാഭ മാഷ് പറഞ്ഞിട്ട് മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലൊരു ഡ്രോയിങ് മാഷ് ഉണ്ടായിരുന്നു. അയാളെ അടുത്ത് പഠിക്കുന്നവരാ, പെയിന്റിങ് പഠിക്കുന്നവരാ. അപ്പൊ ആ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് അന്നത്തെ ഫോട്ടോഗ്രാഫി പറഞ്ഞാൽ പകുതി വരെയാണ്. പോർട്രേറ്റ് ഒക്കെ ചിലപ്പോൾ കീടന്ന് കീറിപ്പറിഞ്ഞു പോയ ഫോട്ടോകളൊക്കെ ടച്ച് ചെയ്ത് നല്ല ഫോട്ടോകളാക്കി മാറ്റുന്ന കരവിരുതുള്ള കലാകാരന്മാരായിരുന്നു അന്ന് ഫോട്ടോഗ്രാഫിയിൽ ഉണ്ടായിരുന്നത്. പഴയ കാലങ്ങൾ ദ്രവിച്ചു പോകുന്നതിനെ ഞങ്ങളത് ടച്ച് ചെയ്തെടുക്കും. അപ്പോ ആ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് 3 പേരും ചേർന്നിട്ടാണ് സൂപ്പർ സ്റ്റുഡിയോ രൂപം കൊടുക്കുന്നത്. സൂപ്പർ സ്റ്റുഡിയോ സൂപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ ആണ്. ആ സ്റ്റുഡിയോയുടെ കീഴിലാണ് പിന്നെ ഈ ഫുട്ബോളിന് അങ്ങനെ. അത് എനിക്ക് ആ പേര് വരുന്ന കാരണം നമ്മുടെ മാനസികമായിട്ട് ഡൗൺ എന്നുള്ള, അതായത് മൊത്തത്തില് സമൂഹത്തില് അടിയില് അപ്പോ പേര് കൊണ്ടൊരു സൂപ്പർ പദവി ഞങ്ങൾ തന്നെ ആലോചിച്ച് അസീസ് ഖാന്റെ നിർദ്ദേശപ്രകാരം ആ പദവിയിലേക്ക് പോയി. അങ്ങനെ താഴ്ചയിലും ഒരു ഉയർച്ച. അതായത് സമൂഹം താഴെത്തട്ടിലേക്ക് തള്ളിവിട്ടപ്പോ ആ വീഴ്ചയിൽ നിന്നും അങ്ങനെയാണ് ആ ഒരു ഇത് സൂപ്പർ സ്റ്റുഡിയോ എന്നൊരു പേര് വന്നത്. പിന്നെ അത് ആ ഒരു സൂപ്പർ സ്റ്റുഡിയോന്റെ കീഴിലുള്ള പിന്നെ ഒരു ക്ലബായിട്ട് വന്നത്. അതെ, അത് സത്യം പറഞ്ഞാൽ കളിക്കാൻ സ്റ്റുഡിയോ തുടങ്ങിയോ, സ്റ്റുഡിയോക്ക് വേണ്ടി കളി നടത്തുന്നതല്ല, സത്യത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റുഡിയോ വന്നത്. വരക്കാനുള്ള ആഗ്രഹം സ്റ്റുഡിയോ, കളിക്കാനുള്ളത്. അപ്പൊ 2 കൂടി സംയോജിച്ച് സൂപ്പർ സ്റ്റുഡിയോ എന്നുള്ള ഒരു ലേബിള് വന്നു. സത്യം പറഞ്ഞാല് ഫോട്ടോ എടുക്കലൊന്നും ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ഉള്ള ഫോട്ടോ എടുക്കലും നിറഞ്ഞ കളികള്, വള്ള നിറച്ച് കളികളും കുറഞ്ഞ ഫോട്ടോഗ്രാഫി ഒക്കെ പാടായിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ വന്നത്. ഫോട്ടോ എടുക്കാൻ കൊടുത്താല് ഇന്ന് കൊടുത്താല് അടുത്ത ജനുവരിയിലാണ് തിരിച്ചു കൊടുക്കുന്നത്. അല്ല, അന്ന് സമയമാണ് 3 ദിവസം 4 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കണ ഫോട്ടോ തന്നെ. ഡ്യൂ ഡേറ്റ് എന്നാ പറയാ, ഡ്യൂ ഡേറ്റ് ഇടല്.